Praise the Lord. And I thank the oversight for giving me one more opportunity to speak from the Word of God. ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് അവസരം തന്ന ഓവർസൈറ്റിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. We are living in the times of social media. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. Everyone is busy viewing, liking, sharing or following someone. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ ഫോളോ ചെയ്യുക, അവരിടുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യുക, നമുക്കത് വളരെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ഇങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. Who are we liking? നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? Who are we following or sharing about? നമ്മൾ ആരെക്കുറിച്ചാണ് മറ്റുള്ളവരുമായിട്ട് പങ്ക് വയ്ക്കുന്നത്? Whom do we share the most about? നമ്മൾ ആരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്നത്? Who are we following? Movie actors? നമ്മൾ ആരെയാണ് ഏറ്റവും കൂടുതൽ അനുഗമിക്കുന്ന, ഫോളോ ചെയ്യുന്നത്? സിനിമാ നടന്മാരെയാണോ? Sports star, politicians, celebrity singers? കായിക താരങ്ങളെയാണോ? പാട്ടുകാരെയാണോ? As children of God, who are we following and who should we be following? ദൈവമക്കളായ നമ്മൾ ആരെയാണ് അനുഗമിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആരെയാണ് അനുഗമിക്കേണ്ടതെന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. Please turn with me to Numbers chapter 14 verse 24. സംഖ്യാപുസ്തകം Chapter 14 verse 24. 14 അധ്യായത്തിൻ്റെ 24 വാക്യം. Before we read the verse, I would like to mention one thing. ഈ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. I was scheduled to speak on the 8th of this month. ഈ മാസം 8-ാം തീയതി സംസാരിക്കുവാനാണ് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത്. Therefore, I had prayerfully prepared the message several weeks ahead. അതുകൊണ്ട് ചില ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എനിക്ക് പറയുവാനുള്ള സന്ദേശം തയ്യാറാക്കി. Now you may be wondering why I am saying this. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ കാര്യം പറയുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. 3 weeks back, if you may recall, Shandan uncle spoke about the same biblical character. 3 ആഴ്ച മുമ്പ് ശാന്തനങ്ങളും ഇതേ ബൈബിളിലെ ഈ വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. So I was debating whether to change my subject. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം മാറ്റണമോ എന്ന് ഞാൻ ചിന്തിച്ചു. For two brothers to speak about the same person within a span of few weeks compelled me to strongly believe that God is definitely speaking to me and you. ഏതാനും ചില ആഴ്ചകൾക്കുള്ളിൽ ഒരേ വ്യക്തിത്വത്തെക്കുറിച്ച് 2 പേര് പ്രസംഗിക്കുന്നത് തീർച്ചയായിട്ടും അത് എനിക്ക് വളരെയധികം ഒരു ബോധ്യം തന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. Now coming back to our verse for the day. നമ്മൾ പറഞ്ഞ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് വരാം. But my servant Caleb, because he has a different spirit in him and he has followed me fully, I will bring you to the land where he went, and his descendants shall inherit it. Followed the Lord fully. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശമാക്കും. And we all know that what the context and the incident is. ഇവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ചും അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചും നമുക്ക് നന്നായിട്ട് അറിയാം. A very familiar story in the Bible where 12 men are sent to spy upon the land of Canaan. കനാൻ ദേശം ഉറ്റുനോക്കുന്നതിന് വേണ്ടി 12 പേരെ മോശെ അങ്ങോട്ട് അയച്ചു. 12 were chosen to spy out the land of Canaan. കനാൻ ദേശം ഉറ്റുനോക്കുന്നതിന് വേണ്ടി 12 പേരെ തെരഞ്ഞെടുത്ത് ആ ദൗത്യത്തിന് വേണ്ടി അയച്ചു. They spent 40 days traveling across the land. ആ കനാൻ ദേശത്തൂടെ 40 ദിവസം അവർ സഞ്ചരിച്ചു. They brought back good and bad news. അവർ നല്ല വർത്തമാനവും തെറ്റായ വർത്തമാനവും കൊണ്ടുവന്നു. A land flowing with milk and honey. തീർച്ചയായിട്ടും പാലും തേനും ഒഴുകുന്ന ദേശമാണ് കനാൻ എന്ന് അവർ പറഞ്ഞു. As evidenced by the fruit they brought back. അവരവിടുന്ന് ചില പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവന്നു. And also the land occupied by strong people and the giants. വളരെ ശക്തന്മാരായ മല്ലന്മാരാൽ പിടിക്കപ്പെട്ട ഒരു ദേശമാണ് കനാൻ ദേശമെന്ന് അവർ പറഞ്ഞു. One of the spies, Caleb, sought to reassure the people. എന്നാൽ ഈ ഒറ്റുനോക്കാൻ പോയിരുന്നവരുടെ കൂട്ടത്തില് കാലേബ് എന്ന് പറയുന്ന വ്യക്തി ദൈവമക്കളെ കൂടുതലായിട്ട് പറഞ്ഞ് ഉറപ്പിക്കുന്നതായിട്ട് കാണുന്നു. Yet 10 of the spies impressed the people with their bad report. 10 ദേശം ഉറ്റുനോക്കാൻ പോയ 12 പേരിൽ 10 പേര് വളരെ തെറ്റായ അല്ലെങ്കിൽ മോശമായ ഒരു റിപ്പോർട്ട് നൽകിയപ്പോൾ here we understand how the 10 spies managed to instill fear, doubt and disbelief in the people by not trusting in the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാതെ ഭയത്തിലും അതുപോലെ തന്നെ അനിശ്ചിതത്തിലും വിശ്വസിച്ചുകൊണ്ട് ഈ 10 പേര് വന്ന് വളരെയധികം ഭീതി ഇസ്രായേൽ മക്കളുടെ ഇടയിൽ
പരത്തി. As a result, hundreds and thousands of people face dire consequences. അതിന്റെ ഭാഗമായിട്ട് അനേക ആയിരങ്ങൾ ലക്ഷങ്ങൾ വളരെ തെറ്റായ പ്രത്യാഘാതങ്ങളെ നേരിടേണ്ടി വന്നു. While reading this portion, I was reminded of the days back in my home assembly in Bhopal. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭോപ്പാലിലുള്ള സ്ഥലം സഭയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി. When every year few brothers were chosen to survey a site for the annual picnic. ഞങ്ങൾ എല്ലാ വർഷവും പിക്നിക്കിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടി ചില സഹോദരന്മാരെ നിയോഗിക്കുമായിരുന്നു. These brothers visited a couple of sites ahead to check for the facility available at the site, and based on the report the venue was selected. അങ്ങനെ ഈ പിക്നിക്കിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടി സഹോദരന്മാരെ ഞങ്ങൾ നിയോഗിക്കും. അവർ പോയി അവിടെയുള്ള എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്ന് അന്വേഷിച്ച് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് നൽകുക. This is the practice even in this assembly here also. ഇത് നമ്മുടെ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. We know that Moses did not choose the 12 people on his own, but upon the direction of God, and yet things did not go well. മോശയുടെ സ്വന്തം താല്പര്യപ്രകാരം അല്ല, മറിച്ച് ദൈവം നിർദ്ദേശിച്ചത് പ്രകാരമാണ് 12 പേരെ തെരഞ്ഞെടുത്തതെങ്കിലും അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ല. Only Joshua and Caleb had confidence in the Lord and trusted in the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും ദൈവത്തിന്റെ വിശ്വാസത്തിലും യോശുവയ്ക്കും കാലേബിനും മാത്രമാണ് പൂർണ്ണ വിശ്വാസമുണ്ടായത്. Here Joshua and Caleb, 2 of the 12 spies that were sent, are seen trying to assure the Israelites. ഇസ്രായേൽ മക്കളെ ചില കാര്യങ്ങൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. യോശുവയും കാലേബും അതാണ് ചെയ്തത്. The other 10 spies gave a negative report about the Lord. എന്നാൽ മറ്റ് 10 പേരോ ആ സ്ഥലത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് ഉള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തത്. They are the people not to fear the inhabitants of the land. അവർ പറഞ്ഞു അവിടെ പോയി അവിടെയുള്ള ആളുകളെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. Emphasizing the fact that God is with them and will definitely keep his promise. യോശുവയും കാലേബും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയത് ദൈവം നമ്മുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ആ രാജ്യത്തുള്ള മല്ലന്മാരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. And God will grant them victory. ദൈവം തീർച്ചയായിട്ടും നമുക്ക് വിജയം നൽകും എന്ന് പറഞ്ഞവരെ ഉറപ്പിച്ചു. But the people are convinced by the negative report of the 10, resulting in God's condemnation. എന്നാൽ നിർഭാഗ്യവശാൽ ഈ 10 പേര് പറഞ്ഞ ഈ നെഗറ്റീവ് റിപ്പോർട്ടിനെ ജനങ്ങൾ വിശ്വസിച്ചു. അതിന്റെ ഭാഗമായിട്ട് വളരെ ദോഷകരമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായി. It is a human tendency to be always inclined towards what the majority says. ഭൂരിഭാഗം ആളുകൾ എന്താണ് പറയുന്നത് വിശ്വസിക്കുന്നതെന്ന് അതിലേക്ക് പോകുവാനുള്ള ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. Nobody wants to hear what the minority says. എന്നാൽ ന്യൂനപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രവണത നമുക്ക് ഇല്ല. We as human are also guilty of not analyzing what's right or wrong, or often choose to go with the majority. അതുകൊണ്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ചിന്തിക്കുന്നതിന് പകരം മറ്റെല്ലാവരും എന്താ പറയുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പോയേക്കാം എന്ന ഒരു പ്രവണത നമുക്കുണ്ട്. I have read somewhere, to stand with the crowd is human. അതായത് വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ മാനുഷികമായ ഒരു കാര്യമാണ്. But to stand alone is divine. എന്നാൽ ഒറ്റയ്ക്ക് ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ദൈവികമായ ഒരു കാര്യമാണ്. In other words, we can say that it is safer and easier to stand with the majority for unrighteousness. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തിന്മയാണെങ്കിലും ഭൂരിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. Rather than to stand for righteousness and truth. എന്നാൽ സത്യത്തിനും നീതിക്കും വേണ്ടി ഒരു ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. This passage highlights not just to the fear but also the rebellious nature of the Israelites. ഈ ഭാഗം നമ്മൾ വായിച്ച അല്ലെങ്കിൽ ഈ സംഭവം കാണിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ഭയത്തെ മാത്രമല്ല അവരുടെ മത്സര ബുദ്ധിയാണ് കാണിക്കുന്നത്. This passage is a perfect illustration of how fear can be a hindrance of faith and obedience to God, leading to negative consequences. നമുക്ക് വിശ്വസിക്കുവാനും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അനുഗമിക്കുന്നതിൽ നിന്ന് എത്രമാത്രം നമ്മെ തിരിച്ചുവിടുന്ന ഒരു കാര്യമാണ് ഭയം എന്നത് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. As a result, Israel was to spend 40 years of wandering in the wilderness. 40 വർഷക്കാലം ഇസ്രായേൽ മക്കള് ആ മരുഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. As we read in Numbers chapter 14 verse 36 and 37, the 10 spies died by a plague before the Lord. ഇതാ 14 അധ്യായത്തിന്റെ 36 37 വാക്യത്തിൽ വരുന്ന ഈ പറഞ്ഞ ഈ 10 പേര് ഉറ്റുനോക്കാമെന്നല്ലേ 10 പേര് അവരെ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ വന്ന് മരിച്ചു. And that verse 38, only Joshua and Caleb were spared.
38 വാക്യത്തിൽ പറയുന്നത് യോശുവയും കാലേബും മരിച്ചില്ല, അവർ ജീവിച്ചു. Because the Lord spared Caleb because he has followed me fully. തന്നെ എന്നെ പരിപൂർണമായിട്ട് അനുസരിച്ച് എൻ്റെ വാക്ക് കേട്ട് ജീവിച്ചതുകൊണ്ടാണ് യോശുവയുടെയും കാലേബിൻ്റെയും ജീവിതത്തെ ദൈവം അവർക്ക് നൽകിയത്. A similar statement about Caleb is seen many time and again. കാലേബിനെ കുറിച്ചും ഇതുപോലെ പല ആവർത്തി ദൈവം ഒരു സാക്ഷ്യം പറയുന്നതായിട്ട് കാണുന്നു. In Numbers chapter 32 verse 11 and 12, സംഖ്യാപുസ്തകം 32 അധ്യായത്തിന്റെ 11 12 വാക്യങ്ങളിൽ, none of the men who came up from Egypt shall see the land which I swore to Abraham, to Isaac and to Jacob, for they did not follow me, but Caleb and Joshua have followed the Lord fully. അവിടെ നിന്ന് വന്ന ആളുകൾ യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി ആരും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശം കണ്ടില്ല എന്ന് വായിക്കുന്നു. കാരണം അവർ ദൈവത്തെ പരിപൂർണമായിട്ട് അനുസരിച്ചു. The same statement we can find in Deuteronomy. Joshua, what a wonderful statement. He wholly followed the Lord God of Israel. ആവർത്തന പുസ്തകത്തിലെ യോശുവയുടെ ജീവിതത്തിൽ നോക്കിയാണെങ്കിലും ഇതേ കാര്യമാണ് കാണുന്നത്. ദൈവത്തെ പരിപൂർണമായിട്ട് അനുസരിച്ചതിന്റെ ഭാഗമായിട്ട് ദൈവം അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. Question: don't we like to hear such a statement about us from the Lord? നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിൽ നിന്ന് ഇപ്രകാരമുള്ള ഒരു സാക്ഷ്യം കേൾക്കുന്നത് എത്ര നല്ല ഒരു കാര്യമായിരിക്കും. What does it mean to follow the Lord fully? How can we follow the Lord fully? അപ്പോൾ യോശുവയും കാലേബും ദൈവത്തെ പരിപൂർണമായിട്ട് അനുസരിച്ചു, അനുഗമിച്ചു. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കതെങ്ങനെ ചെയ്യാൻ കഴിയും? To follow the Jesus all our days. Caleb did exactly that, to follow the Lord all his life. കാലേബ് തൻ്റെ ജീവിതത്തിലെ തൻ്റെ മരണം വരെയുള്ള സമയം ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ചു. He followed the Lord even the wilderness. 45 years later he still followed the Lord in the land of Canaan. 45 വർഷം കഴിഞ്ഞ ആ കനാനിൽ ചെന്ന് കഴിഞ്ഞ ആ മരുഭൂമി യാത്രയിൽ ഉടനീളവും മാത്രമല്ല കനാനിൽ ചെന്നതിന് ശേഷവും കാലേബ് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ അനുഗമിക്കുകയും ചെയ്തു. That's we can read in Joshua chapter 14 verse 8 to 10. യോശുവയുടെ പുസ്തകം 14 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. Yet we know that many did not follow God fully. എന്നാലും നമുക്കറിയാം അനേകർ ഭൂരിഭാഗവും ദൈവത്തെ പൂർണ്ണമായിട്ട് അനുഗമിച്ചില്ല. Like Lot's wife, ലോത്തിന്റെ ഭാര്യ, she turned back. In Genesis chapter 19 verse 26 we see that, but his wife from behind him looked back and she became a pillar of salt. നമുക്കറിയാം ലോത്തിന്റെ ഭാര്യ അവർ വിട്ടിട്ട് പോകുന്ന നഗരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ഉപ്പുതൂണായി പോയി. Like the Galatians, they easily turned to other faith. ഗലാത്യ ലേഖനത്തിലെ പൗലോസ് പറയുന്നുണ്ട്, അവരെ വിളിക്കുന്നുണ്ട്, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ എന്തിനാണ് വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകുന്നത്? In Galatians chapter 3 verse 1, you foolish Galatians, who has bewitched you? Before eyes Jesus Christ was publicly portrayed as crucified. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിതനായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടും നിങ്ങൾ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളുടെ പഴയ വഴികളിലേക്ക് പോകുവാൻ ആരാണ് ക്ഷുദ്രപ്രയോഗം ചെയ്തതെന്ന് പൗലോസ് അവരോട് ചോദിക്കുന്നു. In what stage of our life do we follow Jesus? കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ്? Shall we follow him in our youth? നമ്മുടെ ചെറുപ്പത്തിലാണോ കർത്താവിനെ അനുഗമിക്കുന്നത്? As we read first Titus chapter 4 verse 12, let no one look down on your youthfulness. നിങ്ങളുടെ യൗവനത്തെ ആരും തുച്ഛീകരിക്കരുത് എന്ന് പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നു. Or shall we follow him in our old age? അതോ ദൈവത്തെ കർത്താവിനെ അനുഗമിക്കുന്നത് നമ്മുടെ വാർദ്ധക്യ കാലത്തായിരിക്കണമോ? Let us ask ourselves, shall we follow Jesus like Caleb follow the Lord all the days of our life? കാലേബ് ദൈവത്തെ അനുഗമിച്ച് നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമുക്കും കർത്താവിനെ അനുഗമിച്ച് ജീവിക്കാം. Caleb followed the Lord fully, wholly, not half-heartedly. യാതൊരു മടിയുമില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ ആണ് കാലേബ് ദൈവത്തെ അനുഗമിച്ചത്. That is, he followed the God with his whole heart. തന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഒന്നും ബാക്കി വെക്കാതെയാണ് കാലേബ് ദൈവത്തെ അനുസരിച്ചത്. The perfect role model for keeping the greatest commandment. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുക എന്നുള്ള വലിയ കൽപ്പനയുടെ ഒരു ഉദാഹരണമായിട്ടാണ് കാലേബിനെ കാണുന്നത്. In Matthew chapter 22 we can read, the disciple asked teacher, which is the greatest commandment in the law? മത്തായി സുവിശേഷം 22 അധ്യായത്തിൽ കർത്താവിനോട് ചോദിച്ചല്ലോ, ഗുരു ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? And he said to him, you shall love the Lord your God with all your heart and with all your soul and with all your mind. This is the greatest and foremost commandment. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കൽപ്പന. Caleb first knew the Lord.
കാലേബിന്റെ ജീവിതത്തിൽ നോക്കിയാൽ ദൈവത്തെ അറിഞ്ഞു, believed on him, ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചു, and kept the commandment, ദൈവത്തിന്റെ കൽപ്പനകൾ അതെല്ലാം പാലിച്ചു, and then followed him fully. അതിനുശേഷം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവത്തെ പരിപൂർണമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിച്ചു. If we have to follow a person, first we'll have to see the person and know him, to believe and love them. നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ അനുഗമിക്കണമെങ്കിൽ, ഒരു വ്യക്തിയുടെ വാക്കുകളൊക്കെ കേട്ട് നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കണമെങ്കിൽ ആദ്യമായിട്ട് ആ വ്യക്തിയെ നമ്മൾ ആരാണെന്ന് അറിയണം. ആ അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ആ വ്യക്തിയെ അനുഗമിക്കുവാൻ കഴിയൂ. Caleb has set a fine example. കാലേബ് അതിന് നല്ലൊരു ഉദാഹരണമാണ്. Sadly, these days many try to serve the Lord with divided hearts. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് അനേകർ ദൈവത്തെ അനുഗമിക്കുന്നത് തെറ്റായ ഉദ്ദേശങ്ങൾ കൂടി, പൂർണ്ണ ഹൃദയത്തോടെയല്ല. Like Solomon, who was influenced by his foreign wives. ശലോമോൻ നല്ലൊരു ഉദാഹരണമാണ്. തൻ്റെ ഭാര്യമാര് തന്നെ തെറ്റായ ദിശയിലേക്ക്, ദൈവത്തിൽ നിന്ന് അകറ്റി ചിന്തിക്കുന്ന ഒരു ദിശയിലേക്ക് കൊണ്ടുപോയി. We read in 1 Kings chapter 11 verse 4, when Solomon was old, his wives turned his hearts after other gods. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് ശലോമോൻ വാർദ്ധക്യമായപ്പോൾ തൻ്റെ ഭാര്യമാർ തൻ്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് അന്യദേവന്മാരെ അനുഗമിക്കുന്നതിനിടയാക്കി. And his heart was not loyal to the Lord his God, and as was the heart of his father David. തൻ്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം ദൈവത്തോട് കടപ്പെട്ടിരുന്നത് പോലെ ശലോമോന്റെ ഹൃദയം ദൈവത്തോട് കടപ്പെട്ടിരുന്നില്ല. Like those in James' epistle, seeking to be friends with the world. ഈ ലോകത്തിന് ഈ ലോകവുമായിട്ട് ഒരു സൗഹൃദവും ചങ്ങാത്തവും പുലർത്തുന്നത് പോലെ എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. We read in James 4 chapter 4 verse 4, know you that the friendship of the world is enmity with the God. ഈ ലോകവുമായിട്ടുള്ള നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ശത്രുത്വമാണ്. Whosoever therefore will be a friend of the world is the enemy of God. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ ചങ്ങാതിയായിരിക്കുന്നയാള് തീർച്ചയായിട്ടും ദൈവത്തിന് ശത്രുവായിരിക്കും. Do not make friendship with the world. If you do so, make yourself enemy of God. നമ്മൾ ഈ ലോകവുമായിട്ട്, ലോകത്തിലെ കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ ചങ്ങാത്തം, നമ്മുടെ സൗഹൃദമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവവുമായിട്ട് ശത്രുത്വം പ്രഖ്യാപിക്കുകയാണ്. How should we follow Jesus today? ഇന്നത്തെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ കർത്താവിനെ അനുഗമിക്കുവാനിടയാവും? Shall we follow him with all our heart? പരിപൂർണ ഹൃദയത്തോടെ കർത്താവിനെ അനുഗമിക്കണോ? Do we keep his commandments? നമ്മൾ കർത്താവിന്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ട് അനുസരിക്കാറുണ്ടോ? If you read John chapter 14 verse 15, if you love me, you will keep my commandments. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെയും പ്രമാണിക്കും. Shall we follow him with undivided affection? കർത്താവിനെ നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കർത്താവിനെ സ്നേഹിക്കാമോ? In 1 John we read, one cannot love God and love the world together. ദൈവത്തെയും ലോകത്തെയും ഒരേ സമയം സ്നേഹിക്കുവാൻ കഴിയില്ല എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. Let us ask ourselves, shall we follow Jesus like Caleb followed the Lord with all our heart? നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. കാലേബ് ദൈവത്തെ അനുഗമിച്ച് പൂർണ്ണമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചതുപോലെ നമുക്കും ചെയ്യുവാൻ കഴിയുമോ? Caleb followed the Lord despite the dangers. തൻ്റെ മുമ്പാകെ ഉണ്ടായ അനേക അപകട സാധ്യതകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മധ്യത്തിലാണ് കാലേബ് ദൈവത്തെ അനുഗമിച്ചത്. He was willing to face the giants and the mountains in the land. ആ കനാൻ ദേശത്തിലെ വലിയ മല്ലന്മാരെയും അവിടെയുള്ള അനേക തടസ്സങ്ങളെയും അഭിമുഖീകരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു കാലേബിൻ്റെത്. He was willing to face the anger of his brethren. തൻ്റെ കൂടെയുള്ള ആളുകളുടെ മറ്റ് വ്യക്തികളുടെ കോപവും അവരുടെ വിദ്വേഷവും ഒക്കെ സ്വീകരിക്കാൻ റെഡിയായിരുന്നു. He was willing to take a mountain from the giants in his old age. തൻ്റെ വാർദ്ധക്യകാലത്ത് പോലും ഈ വലിയ മല എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച വ്യക്തിയാണ്. Many will serve the Lord only when it is convenient or comfortable. അനേക ആളുകൾ ദൈവത്തെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും കാര്യങ്ങളെല്ലാം സുഖസൗകര്യമായിട്ട് പോകുമ്പോഴല്ലേ? When it makes them popular like the crowds who followed Jesus. കർത്താവായ യേശു ക്രിസ്തുവിനെ വലിയ പുരുഷാരം അനുഗമിച്ചു, അതുപോലെ വലിയ ആളുകളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തെ സേവിക്കുന്ന ചില പ്രവണതകളൊന്നുണ്ട്. When it is safe like Peter denying Jesus before the girl. അല്ലെങ്കിൽ വളരെയധികം സുരക്ഷിതമായിട്ട് പത്രോസിനെ പോലെ കർത്താവിനെ തള്ളി വളരെ സുരക്ഷിതമായിട്ട് ആരും അറിയാതെ വിശ്വാസം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. What about us who follow Jesus today? കർത്താവിനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെയാണ്?
Shall we follow him only when convenient? നമുക്ക് സൗകര്യമുള്ളപ്പോൾ, നമുക്ക് താല്പര്യമുള്ളപ്പോൾ മാത്രമാണോ കർത്താവിനെ അനുഗമിക്കുന്നത്? Shall we follow him despite mockery, persecutions and dangers? അനേക പരിഹാസങ്ങളുടെയും തടസ്സങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ നമുക്ക് കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയുമോ? We read in Matthew chapter 5 verse 10 to 12. Blessed are those who have been persecuted because of me and for the sake of righteousness. എൻ്റെ നിമിത്തം കഷ്ടം അനുഭവിക്കുന്നു, നീതിക്ക് വേണ്ടി ഉപദ്രവിക്കപ്പെടുന്നവര് ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുന്നുണ്ട്. Let us ask ourselves, നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. shall we follow Jesus like Caleb followed the Lord despite the hazards? തൻ്റെ മുമ്പാകെ ഉണ്ടായിരുന്ന എല്ലാ അപകടങ്ങളിലൂടെയും കാലേബ് ദൈവത്തെ അനുഗമിച്ചതുപോലെ നമുക്ക് കർത്താവിനെ അനുഗമിക്കുവാനിടയാകും. Certainly the commitment of Caleb to his Lord is commendable. തീർച്ചയായിട്ടും ദൈവത്തോടുള്ള കാലേബിന്റെ ആ സമർപ്പണം വളരെയധികം ശ്ലാഘനീയമാണ്. How was he able to be so committed? എങ്ങനെയാണ് ഒരു വ്യക്തി ഇത്രമാത്രം ദൈവത്തെ അനുഗമിക്കുവാനും അനുസരിക്കുവാനും ആ വ്യക്തിക്ക് കഴിയുന്നത്? Or how can we be so committed like Caleb? നമുക്ക് എങ്ങനെ കാലേബിനെ പോലെ പൂർണ്ണ സമർപ്പണ ബോധത്തോടെ ജീവിക്കാം? By keeping our eye on him. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ശ്രദ്ധ കർത്താവായ യേശുക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചെങ്കിൽ. Caleb's faith was in the Lord, not himself. കാലേബിന്റെ വിശ്വാസം തന്റെ സ്വന്തം കഴിവുകളിലായിരുന്നില്ല, ദൈവത്തിലായിരുന്നു. He was confident that they could take the land. അതായത് ഇസ്രായേൽ മക്കൾക്ക് പോയി കനാൻ ദേശം കൈവശമാക്കുവാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം കാലേബിനുണ്ടായിരുന്നു. He firmly believed that the Lord would be with them. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം കാലേബിനുണ്ടായിരുന്നു. Thus Caleb's eye was on the Lord. അതുകൊണ്ട് തന്നെ കാലേബിന്റെ ശ്രദ്ധയും തന്റെ കണ്ണുകൾ പൂർണ്ണമായിട്ടും ദൈവത്തിലായിരുന്നു. So we need to keep our eye on the Lord. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. We read in Hebrews chapter 12 verse 1 to 4, looking unto him as the author and the finisher of our faith, believers are encouraged to keep going in their faith by keeping their focus on Jesus Christ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കിയാണ് വിശ്വാസികൾ ജീവിക്കേണ്ടത്. Considering the amount of hostility Christ endured. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മുമ്പാകെ എന്തെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ ദൈവത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ടാണ് താൻ ജീവിച്ചത്. Knowing and understanding that the Father will help us just as he helped us him to endure the cross. ഇതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ വലിയ കുരിശിലെ ആ ത്യാഗമരണം, ആ കഷ്ടത നേരിടുവാൻ വേണ്ടി ദൈവം സഹായിച്ചതുപോലെ പിതാവായ ദൈവം നമ്മളെയും സഹായിക്കും എന്ന വിശ്വാസം നമുക്ക് ആവശ്യമാണ്. Therefore shall we look also to the Lord for our inspiration and confidence like Caleb did. കാലേബിനെ പോലെ ആ ദൃഢനിശ്ചയത്തിനും വിശ്വാസത്തിനും വേണ്ടി നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. Caleb was noted for having a different spirit. കാലേബിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന് വേറൊരു ആത്മാവായിരുന്നു എന്നാണ്. A spirit different. വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. A spirit different from the other 10 spies. അതായത് മറ്റ് 10 ദേശം ഉറ്റു നോക്കാൻ പോയ മറ്റ് 10 ചാരന്മാരെക്കാളും വളരെ വ്യത്യസ്തമായുള്ള ഒരു സ്വഭാവമായിരുന്നു കാലേബിന്. These 10 spies who were surrenders. ഈ 10 ചാരന്മാരെന്ന് പറയുന്നത് അവിടെയുള്ള മല്ലന്മാരെ കണ്ട് എന്നാൽ നമുക്ക് പോയി അങ്ങ് നമ്മളെ തന്നെ അങ്ങ് അവരുടെ മുമ്പാകെ സമർപ്പിക്കാം എന്നുള്ള ചിന്തയുള്ളവരാണ്. കാലേബ് അങ്ങനെയല്ലായിരുന്നു. A spirit different from the rest of Israel who grumbled and complained. മറ്റാരേക്കാളും, അതായത് പരാതി പറയുന്ന പിറുപിറുക്കുന്ന ഇസ്രായേൽ മക്കൾ അവരെക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു സ്വഭാവം കാലേബിനുണ്ടായിരുന്നു. How can we also be strengthened by different spirit? അങ്ങനെ വേറൊരു സ്വഭാവത്തിന് ഉടമകളായിട്ട് നമുക്ക് എങ്ങനെ തീരാൻ കഴിയും? By having a spirit of positive attitude and faith. വിശ്വാസത്താലും നല്ല ശുഭാപ്തി വിശ്വാസത്താലും നമ്മൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമെങ്കിൽ നമുക്കും വേറൊരു സ്വഭാവം ദൈവം. In Philippians chapter 4 verse 13 we read, I can do all things through him who strengthened me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന് പൗലോസ് പറഞ്ഞ പോലെ നമുക്കും പറയുവാനിടയാകട്ടെ. How much more so with the spirit of God helping us? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമെങ്കിൽ എത്ര വലിയ കാര്യം നമുക്ക് നേടുവാൻ കഴിയും. If you are living according to the flesh, you must die. ഈ ലോകത്തിന്റെ ജഡപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരിക്കണം. But if by the spirit you are putting to death the deeds of the body, you will live. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരോ ജഡത്തിന്റെ സ്വഭാവങ്ങളെ എല്ലാം മരിപ്പിക്കുകയാണ്.
our Lord grants us according to the riches of His glory ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണമാണ് നമ്മളെ ദൈവം സഹായിക്കുന്നത്. to be strengthened with power through His Spirit in the inner man. നമ്മുടെ ആന്തരിക മനുഷ്യനിൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ശക്തിയെ നൽകി പുതുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. Therefore, let us also strive to have the same attitude. അതുകൊണ്ട് അതേ സ്വഭാവം തന്നെ നമ്മുടെ ജീവിതങ്ങളിലും നമുക്ക് ഉണ്ടായിത്തീരുവാനിടയാകട്ടെ. Knowing that we are clothed in the strength of God's might. ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ അധികാരത്തിലുമാണ് ദൈവം നമ്മളെ ആക്കി തീർത്തിരിക്കുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. Let us be strong in the Lord and in the strength of His might. ദൈവത്തിന്റെ ശക്തിയിലും പൂർവാധികം ശക്തിയിലും നമുക്ക് വളർന്നു വരുവാനിടയാകട്ടെ. Finally, let us try to find out the strength of character from the example of Caleb. കാലേബിന്റെ ജീവിതം നോക്കുമ്പോൾ കാലേബിന്റെ സ്വഭാവത്തെക്കുറിച്ചും തന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. Motivation leads to more useful life. ഇത് തൻ്റെ വിശ്വാസത്തിൻ്റെ ആ ആധിക്യം കൊണ്ട് മറ്റനേകർക്ക് തൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനം വന്നതായിട്ട് കാണുന്നു. How God was able to use Caleb. എങ്ങനെയാണ് ദൈവത്തിന് കാലേബിനെ ഉപയോഗിക്കുവാൻ കഴിഞ്ഞത്? As a leader in Israel. ഇസ്രായേലിലെ ഒരു നേതാവായിട്ട് ഉപയോഗിക്കുവാൻ കഴിഞ്ഞു. As a servant of God, first to spy out the land and to divide it. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ദൈവദാസനായിട്ട് ആ ദേശം ഉറ്റുനോക്കുവാൻ പോകുന്ന ആ സംഘത്തിലെ കാലേബ് ഉണ്ടായിരുന്നു. As an example of faith and courage. തൻ്റെ വിശ്വാസത്താലും ധൈര്യത്താലും. As a reminder of God's justice. ദൈവത്തിന്റെ നീതിയുടെ ഒരു ഉദാഹരണമായിട്ട് കാലേബ് തീർന്നു. As an inspiration of service even in old age. തൻ്റെ വാർദ്ധക്യത്തിലും തൻ്റെ വാർദ്ധക്യത്തിലും ദൈവത്തെ സേവിക്കുന്നതിൽ താൻ ഒരു മാതൃകയായിരുന്നു. How useful will we be if we follow Jesus fully? കർത്താവായ യേശുക്രിസ്തുവിനെ പരിപൂർണമായിട്ട് നമ്മൾ അനുഗമിക്കുന്നവരെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് എന്തുമാത്രം പ്രയോജനം ഉണ്ടാകും. We can be an example in youth. നമുക്ക് നമ്മുടെ ബാല്യകാലത്ത് നമുക്കൊരു ഉദാഹരണമായി തീരാം. We can be useful to the master. നമുക്ക് നമ്മുടെ യജമാനന് വളരെയധികം പ്രയോജനമുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കാം. Don't we also want to be useful to Jesus? നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ നമുക്ക് താല്പര്യമില്ലേ? The motivation to follow Jesus leads to a fulfilled life. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ള ആ താല്പര്യം പരിപൂർണ സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒന്നാണ്. Consider how Caleb was fulfilled in his life. കാലേബിന്റെ ജീവിതത്തിൽ എത്രമാത്രം സംതൃപ്തി തനിക്ക് ഉണ്ടായി കാണുമെന്ന് നമുക്ക് ചിന്തിക്കാം. Only Caleb and Joshua were blessed to enter the promised land. ആ കനാൻ ദേശം, ആ വാഗ്ദത്ത നാട്ടിലേക്ക് കയറുവാൻ ഈ മൊത്തം പോയ 12 പേരിൽ കാലേബിനും യോശുവയ്ക്കും മാത്രമേ അവസരം കിട്ടിയുള്ളൂ. He received the land around Hebron as an inheritance. എബ്രോന് ചുറ്റുമുള്ള ദേശം തനിക്ക് അവകാശമായിട്ട് കിട്ടി. His land had the passage mentioned how the land experienced peace after Caleb inherited it. കാലേബ് ആ ഹെബ്രോന് ചുറ്റുമുള്ള ആ സ്ഥലം പോയി കൈവശമാക്കിയതിന് ശേഷം എന്തുമാത്രം സമാധാനവും സ്വസ്ഥതയും ആ ദേശത്ത് വന്നു എന്ന് ദൈവവചനം രേഖപ്പെടുത്തുന്നു. What kind of a fulfilled life Jesus does offer those who follow him fully. കർത്താവിനെ പരിപൂർണമായിട്ട് വിശ്വസയോടുകൂടി നയിക്കുന്നവർക്ക് എത്രമാത്രം അർത്ഥവത്തായ ഒരു ജീവിതമാണ് താൻ വാഗ്ദത്തം ചെയ്യുന്നത്. One that experiences love which surpasses knowledge. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസ്നേഹം, ദൈവസമാധാനം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം. A love that is boundless and unable to comprehend. യാതൊരു അതിരുകളുമില്ലാത്ത, ലോകത്ത് ഒരു മനുഷ്യനും മനസ്സിലാക്കുവാൻ കഴിയുന്നതിലപ്പുറമായ സ്നേഹത്താൽ ആ വ്യക്തിയെ ദൈവം നിറയ്ക്കും. And to know the love of Christ which surpasses knowledge, that you may be filled up to all the fullness of God. ദൈവത്തിന്റെ ആ തികവോളം, ദൈവം നൽകുന്ന ആ തികവോളം, ആ പൂർത്തിയോളം നമുക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം പ്രയോജനമുള്ള ഒരു ജീവിതം കർത്താവ് നമുക്ക് നൽകുമാറാകട്ടെ. One that experiences peace which surpasses understanding. സകല ബുദ്ധിയും കവിയുന്ന ആ ദൈവ സമാധാനത്തിന്റെ ഉടമകളായിട്ട് നമുക്ക് ജീവിക്കാനിടയാകും. We read in Philippians chapter 4 verse 7. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 4-ാം അധ്യായം. And peace of God which surpasses all understanding will guard your hearts and your minds in Christ Jesus. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളെ കാക്കുമാറാകട്ടെ. One that experiences joys inexpressible. ഇതാ ഒരിക്കലും അതിരുകളില്ലാത്ത സന്തോഷത്തിന്റെ ഉടമകളായിട്ട് ജീവിക്കുക. We read in 1 Peter chapter 1 verse 8. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, Though you have not seen him, you love him. Though you do not see him now, but believe in him, you greatly rejoice with his inexpressible and full of glory. നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു, അവന്റെ മഹത്വത്തിന് നിങ്ങൾ പരിപൂർണമായിട്ട് അവകാശികളായി തീരുമെന്ന് പത്രോസ് എഴുതിയിരിക്കുന്നു. One in which our daily needs are provided. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ ദൈവം നമുക്ക് നേടിത്തരുന്നു.
In Matthew chapter 6 verse 33 we read that, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, but see first his kingdom and his righteousness and all things will be added to you. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, സകല കാര്യങ്ങളും അവൻ നിങ്ങൾക്ക് Let us ask our own. നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, Don't we want to have fulfilled life? സംതൃപ്തിയുള്ള പൂർണ്ണതയുള്ള ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? Let me conclude here. ഞാൻ ഇവിടെ ഈ പറഞ്ഞ ഈ ഭാഗം ഒന്ന് അവസാനിപ്പിക്കട്ടെ. Let the example of Caleb inspire us to follow the Lord fully in our life. കാലേബിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവത്തെ അനുഗമിക്കുന്നതിൽ നമുക്കൊരു പ്രചോദനമാകട്ടെ. To follow Jesus all the days of our life. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും കർത്താവിനെ അനുഗമിക്കുവാൻ അതിടയാകട്ടെ. To follow Jesus with all our heart. നമ്മുടെ പരിപൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അനുഗമിക്കുവാൻ ഇടയാകട്ടെ. To follow Jesus despite the dangers. നമ്മുടെ മുമ്പാകെയുള്ള തടസ്സങ്ങളും അപായങ്ങളും എന്തു തന്നെയായിരുന്നാലും കർത്താവിനെ അനുഗമിക്കുവാൻ ഇടയാകട്ടെ. Shall we also like Caleb follow the Lord so we too may have a useful life serving the Lord. കാലേബ് പോലെ കാലേബ് അനേകർ ദൈവത്തിനും മറ്റനേകർക്കും പ്രയോജനമുള്ളവനായി തീർന്നതുപോലെ നമുക്കും ആ നിലയിൽ പ്രയോജനപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ. Have a fulfilled life that is blessed by the Lord. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പരിപൂർണ സംതൃപ്തി നൽകുന്ന ഒരു ജീവിതത്തിന് ഉടമകളാകുവാൻ നമുക്ക് ഇടയാകട്ടെ. We must remember that Caleb and Joshua were the only two men out of the 603,550 men who survived by the 40 years of wandering in the wilderness. 40 വർഷത്തില് ആ മരുഭൂമിയിലൂടെ ഉള്ള ഇസ്രായേൽ മക്കളുടെ ആ യാത്രയിലൊക്കെ പരിപൂർണമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവര് കാലേബും യോശുവയും മാത്രമേ ഉണ്ടായിരുന്നു. And they were able to enter the promised land. അതിന്റെ ഭാഗമായിട്ട് അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു. The rest of the Israelites of that whole generation did not enter the Canaan. നമുക്കറിയാം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ അവരുടെ തലമുറയിലുള്ള ബാക്കി ആരും തന്നെ കനാൻ ദേശം കൈവശമാക്കിയില്ല. For as the Lord said to of them, they have not fully followed me. അതിന്റെ കാരണം ദൈവം അവിടെ പറഞ്ഞിട്ടുണ്ട്, അവർ പൂർണ്ണമായിട്ട് എന്നെ അനുഗമിച്ചില്ല, അനുസരിച്ചില്ല. How many years has passed since we received our salvation? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ട് എത്ര വർഷങ്ങളായി? How many times have we looked back like Lot's wife? ലോത്തിന്റെ ഭാര്യയെ പോലെ എത്ര പ്രാവശ്യം കാര്യങ്ങൾ എങ്ങനെയുണ്ട്, നമ്മൾ എന്താണ് വിട്ടിട്ട് പോകുന്നെന്നുള്ളത് നമ്മൾ എത്ര പ്രാവശ്യം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്? I have heard many times brethren boast of their family decency or who baptized them. ഞാൻ സഹോദരന്മാര് സഭകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തങ്ങളെ ആരാണ് സ്നാനപ്പെടുത്തിയത്, ഏത് കുടുംബത്തിൽ നിന്നാണെന്നൊക്കെ വന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ മുഴക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. But many of us forget that God did not call us because we belong to a certain family. എന്നാലും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യം, നമ്മൾ ചില പ്രത്യേക കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ടോ ചില പാരമ്പര്യം നമുക്കുള്ളതുകൊണ്ടല്ല ദൈവം നമ്മളെ വിളിച്ചത്. Or not because of any merit that we had. നമ്മുടെ പ്രത്യേകമായ ചില കഴിവുകൾ കൊണ്ടുമല്ല ദൈവം നമ്മളെ വിളിച്ചത്. Let us not forget that our salvation is based on our acknowledging ourselves as sinners. നമ്മുടെ രക്ഷയുടെ കാരണം എന്ന് പറയുന്നത് ഞാൻ പാപിയാണ്, യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ്. Our repentance and our confession. നമ്മുടെ അനുതാപം ആണ് നമ്മുടെ വീണ്ടെടുപ്പിലേക്ക് നമ്മെ നയിച്ചത്. And accepting Jesus Christ as our savior. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷാവായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് വിശ്വാസികളായി തീർന്നിരിക്കുന്നത്. I would like to conclude my message with a question. ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഉന്നയിക്കട്ടെ. How are we following the Lord? നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ അനുഗമിക്കുന്നത്? Like Caleb? കാലേബിനെ പോലെയാണോ? Or like those who died in the wilderness? അതോ ആ മരുഭൂമിയിൽ പട്ടുപോയവരുടെ പോലെയാണോ? I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. संसार को छोड़कर सभी को लेकर, संसार को छोड़कर सालिब को लेकर, संसार को छोड़कर सालिब को लेकर, ना लौटूंगा, ना लौटूंगा, ना लौटूंगा, ना लौटूंगा. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back.
May the Lord enable each one of us follow our Lord fully and wholeheartedly in the coming days. വരുന്ന ദിവസങ്ങളിൽ കർത്താവിനെ ശരിയാവണ്ണം പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് സേവിച്ച് അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമുക്ക് സംഗതിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. May His name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.